ഹായ് ഹലോ. വീഡിയോസൊക്കെ വളരെ കുറവാവാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഹോസ്പിറ്റലിലാണ്, രാവിലെ അങ്ങോട്ട് പോവും. പിന്നെ ഈ ഒരു സമയമാകുമ്പോഴാണ് എത്തുക. ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ 9:33 ഈ ഒരു സമയമൊക്കെ ആവും വീട്ടിൽ തിരിച്ചെത്താൻ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വളരെ കുറവായത്. പ്രത്യേകിച്ചൊരു കാര്യം പറയാണ്, ശത്രുക്കളോടല്ല കേട്ടോ, എൻ്റെ മിത്രങ്ങളോടാണ് പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോടാണ് പറയുന്നത്. എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അറിയാമല്ലോ, ഹോസ്പിറ്റലിൽ നിൽക്കുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് ഹാപ്പി ആയിട്ട് പോകുന്ന, അല്ലെ ചിരിച്ചുകൊണ്ട് ഭയങ്കര ടൂറ് പോകും പോലെ പോകുന്ന ഒരേ ഒരു സമയം അവരുടെ ഡെലിവറി സമയത്താണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തില്ലാത്ത സന്തോഷം. ആരൊക്കെയോ കൂടെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട്, ഞാനൊക്കെ പ്രസവിക്കുന്ന സമയത്തൊക്കെ മുമ്പേ ഒരു ഉടുപ്പ് പോലും മേടിച്ച് വെക്കാൻ സമ്മതിക്കൂലായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നല്ലല്ലോ. തൊട്ടിലെയും ഉടുപ്പും കൊട്ടയും കുടയും എന്ന് പറഞ്ഞിട്ട് അതിൽ എല്ലാ സാധനങ്ങളും എടുത്ത് മുമ്പേ മേടിച്ച് വെക്കും. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോവുക, നമ്മളൊരാളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു സന്തോഷം, അത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആകെ കിട്ടുന്നൊരു സന്തോഷം ഡെലിവറിക്ക് പോകുന്ന സമയത്താണ്. അല്ലാത്ത സമയം എൻ്റെ പൊന്നാര മക്കളെ, എത്ര നല്ല സൗകര്യത്തിലാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് പറ്റില്ല മക്കളെ. ഉമ്മാന്ന് വെച്ചാൽ അവിടെ എ സിയിലാണ് നിൽക്കുന്നത്, ഒരു ചൂടെടുക്കുക പോലും ഇല്ല ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത്. പക്ഷേ എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ പോകേണ്ടി വന്നാൽ 5ാം നിലയിൽ നിന്ന് ലിഫ്റ്റ് ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. 5ാം നിലയിൽ നിന്ന് താഴെ വന്ന് ക്യാൻറ്റീൻ എന്ന് പറയാൻ, വയനാട് ചുരം എന്ന് കേട്ടിട്ടുണ്ടോ, നമ്മുടെ താമരശ്ശേരി ചുരം, അതേപോലെയുള്ള ഒരു വളവ് കഴിഞ്ഞിട്ട് ഒരിറക്കം കഴിഞ്ഞിട്ടാണ് ഈ ക്യാൻറ്റീൻ വരുന്നത്. അവിടുന്ന് പോയിട്ട് ചായ കുടിച്ച് തിരിച്ച് ഈ കയറ്റം കയറുമ്പോൾക്ക് കുടിച്ച ചായ ദഹിച്ചു പോവുക. എന്തൊരവസ്ഥയാണെന്നറിയോ. നേരെ മറിച്ച് ചായ കുടിച്ചിട്ടാണ് ഇറക്കമെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇത് ചായ കുടിക്കാനൊരു ഇറക്കത്തിലേക്കാണ് പോകുന്നത്. കുടിച്ചെങ്ങാൻ ഈ കയറ്റം കൊണ്ട് കയറുമ്പോഴേക്ക് തിന്നതൊക്കെ ഏത് വഴിക്ക് പോയി എന്നുള്ളത് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കയറ്റം. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ആകെ ടയേർഡായിട്ടുണ്ട്. ഇന്നും ഞാൻ ബസ്സിനാട്ടോ പോയത്. ഒന്നാമതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് എല്ലാം കൂടി ഇറങ്ങുന്ന സമയത്ത് ഉച്ചയാവും. ഇന്നും ബസ്സിനാണ് പോയതെന്ന് അറിയാൻ ഉള്ളിയേരത്തോളം കാറിനാട്ടോ പോയത്. ഉള്ളിയേരുന്ന് അങ്ങോട്ടാണ് ബസ്സിന് പോയത്. മോളൂടി ഉണ്ടായി എൻ്റെ കൂടെ. ഞാൻ ഒറ്റക്കാണെങ്കിൽ അരുൺ എന്നെ അവിടെ ഇറക്കി തരുമായിരുന്നു. ഇത് മോളൂടി ഉള്ളത് കൊണ്ട് കാറെടുത്തിട്ട് പോയി. എന്നിട്ട് കാർ ഉള്ളിയേരി വെച്ചതാണ്. അവിടുന്ന് അങ്ങോട്ട് ഓടിച്ച് ഞാൻ അവിടെ എത്തി. അവിടുന്ന് തിരിച്ച് പോരുകയെന്ന് വെച്ചാൽ, പോകുന്ന സമയത്തും തിരക്കുള്ള സമയമായിരിക്കും, തിരിച്ച് വരുന്നിടത്തും. നമ്മൾ ടൗണിലേക്ക് ഇങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിഗ്നലും ബ്ലോക്കും റോഡ് പണിയും എല്ലാം കൂടി എൻ്റെ പൊന്നാര മക്കളെ ചെവി കൂടിയൊക്കെ ഇങ്ങനെ പുക പോവും. അതൊക്കെ ഓർത്തിട്ട് ഞാൻ ബസ്സിലവിടെ കയറി കുത്തിരിക്കും. മാമിനാണെങ്കിൽ ബസ്സിൻ്റെ പൈസയും വേണ്ട. പക്ഷേ ഇന്നും ഇന്നലെ ഞാൻ രാവിലെ കയറിയ ബസ്സുകാർ എന്നോട് പൈസ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതല്ല എനിക്ക് സങ്കടമായത്. അരുണേട്ടെ ഡ്യൂട്ടി എടുത്ത ഒരു ബസ്സുകാരും എന്നോട് പൈസ മേടിക്കാറില്ല. പക്ഷേ ഇവർ എന്നെ അറിയാഞ്ഞിട്ടാണോ എന്നെനിക്കൊരു സംശയം. ഏതോ അവരെടുത്തു കൂട്ടോ. അങ്ങനെ പക്ഷേ ഇന്ന് ഞാൻ മാവൂർ റോഡ് ഇറങ്ങി സ്റ്റാൻഡിലേക്ക് കയറിയപ്പോൾ പോലും അവരെടുത്തിട്ടില്ല. ഇക്രേൻ്റെ അടുത്ത് നിന്ന് എടുക്കും കേട്ടോ. അവർക്കും എന്നെ അറിയില്ല. സിറ്റി ബസ്സുകാർക്ക് എന്നെ അറിയില്ല, എന്നെ അറിയുന്നവരുണ്ട്, അരുണിനെ അറിയുന്നില്ല. എന്നോട് പൈസ മേടിക്കാത്തൊക്കെ അരുണിനെ അറിയുന്ന, അല്ലെ അരുൺ പോയ വണ്ടിയിലുള്ള ആൾക്കാരാണ്. അരുൺ പണിയെടുത്ത വണ്ടിയിലുള്ള ആരും ഞാൻ കയറുമ്പം പൈസ മേടിക്കാറില്ല. കാരണം അവനും അതിൽ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്ന്
കുറ്റ്യാടിയിൽ നിന്ന് അല്ല കോഴിക്കോട് നിന്ന് ഉള്ളിലേക്ക് വന്ന ഒരു മാവൂർ റോഡിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് കയറിയപ്പോൾ ഒന്നും അവർ പൈസ എടുത്തിട്ടില്ല. അല്ലെ ഞാനും മോളുണ്ട്, 2 പേരുണ്ട്, എന്നിട്ടും അവരെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സമാധാനത്തിൽ മറ്റ് ബ്ലോക്കായാൽ ഈ ക്ലച്ച് അമർത്തിയും ഗിയർ മാറ്റിയും തലക്ക് പിരാന്ത് പിടിക്കും. ഓട്ടോമാറ്റിക് അല്ല വണ്ടി, അതാണ് ഒരു കാര്യം. അപ്പോൾ പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ട് എങ്ങനെയാണ് ഞാൻ ബസ്സിൽ പോവുക എന്നുള്ളൊരു സ്റ്റാറ്റസ് കുറവല്ല കേട്ടോ. ഒന്നാമതേ ബസ്സിൽ കയറാൻ അറിഞ്ഞുകൂടാ, അതിൻ്റെ കൂടെ ഒരു കവറും കൂടി, കവറല്ല ഒരു ബാഗും കൂടി ഉണ്ടായാൽ ഈശോ പറയാൻ പറ്റുമോ. പക്ഷെ കുഞ്ഞ് ബാഗാണ്, ഏറ്റവും കുഞ്ഞ് ബാഗ് നോക്കിയിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ഒരു ചെറിയൊരു വ്ളോഗായിട്ട് എടുത്താലോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടടോ, വ്ളോഗൊക്കെ നമുക്ക് ഇനി എടുക്കാമല്ലോ, ഇത് ഹോസ്പിറ്റലല്ലേ. ഉമ്മാനെ കാണിച്ചു തരുമ്പം ചിലർ അതിൻ്റെ താഴെ വന്ന് പറയും നന്നാക്കി. അവർ ചിന്തിക്കുക ഞാൻ എന്തോ തെറ്റ് ചെയ്തോട്ടെ, ഞാൻ എത്രയോ മോശക്കാരി ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾ എന്ത് തെറ്റ് ചെയ്തു? അവർ പ്രസവിച്ചു, വളർത്തി, വലുതാക്കി എന്നുള്ള ഒരു തെറ്റിനാണോ അവരെ ക്രൂശിക്കുന്നത്? അപ്പം അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. കുറച്ച് അവശതയായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കാണിക്കണ്ട, കാരണം എൻ്റെ എനിമികൾക്ക് സന്തോഷിക്കാം. എനിക്ക് കുറേ എനിമീസ് ഉണ്ടല്ലോ, അവർക്ക് അമ്മയേതോ അമ്മമ്മയേതോ മക്കളേതോ ഒന്നുമില്ല. ഞാൻ സങ്കടപ്പെട്ടാൽ മതി, അവരുടെ സന്തോഷം അതോടുകൂടെ ചിങ്കാലാല. അതുകൊണ്ട് ഞാൻ ഉമ്മാനെ കാണിക്കാത്ത. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡായിക്കുമ്മ. എന്ത് ചെയ്യാനാ, പെട്ടെന്ന് റിക്കവറായിട്ട് പോരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആൾക്ക് ഷുഗറുണ്ട്. എന്താ പറ്റിയെന്ന് നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ആൾക്ക് ഷുഗറുണ്ട്. അപ്പം വീട്ടിൽ ഒരു പലകൻ്റെ മുകളിൽ ആണി ഉണ്ടായിരുന്നു പോലും. ആ ആണിയിലൊന്നും അറിയാണ്ട് ചവിട്ടിപ്പോയി. ചവിട്ടിപ്പോയിട്ട് സാരമില്ല എന്ന് വിചാരിച്ചിരുന്ന് എന്നോടിട്ട് പറഞ്ഞതുമില്ല. എന്നോട് പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഉമ്മ പറയുന്നില്ല. ഏട്ടത്തിമാരോടൊക്കെ പറഞ്ഞു കാലിക്ക് ഒരു ആണി കുത്തിപ്പോയി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ലല്ലോ. അപ്പം ഇത് കേട്ടപ്പം ഞാൻ ചോദിച്ചു, അല്ല അന്ന് എന്നെ അങ്ങ് കൊണ്ടുവച്ച് ഒരു ടി അടുപ്പിച്ചാൽ തീരാവുന്ന വിഷയമല്ലായിരുന്നുള്ളു, അതിന് ഉമ്മ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നമുക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു, പിന്നൊരു ചെറിയൊരു പഴുപ്പ് പോലെ വന്നപ്പോഴാണ് ഉമ്മ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെല്ലാം കൂടിയും കാലിൻ്റെ 2 വിരലിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നമ്മളെത്ര സൗന്ദര്യവതിയായാലും അല്ലെ എത്ര കാണാൻ കൊള്ളാത്ത ഒരാളാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ പാർട്സ് ഏതെങ്കിലും ഒരു സംഭവം ഒരു കുഞ്ഞു രീതിയിൽ ഒന്ന് മുറിഞ്ഞു പോയാൽ നമുക്കുണ്ടാവുന്ന വേദന എത്രത്തോളം എന്നുള്ള അറിയില്ലേ. അപ്പം എൻ്റെ ഉമ്മാൻ്റെ ഒരു കാര്യം, ഹാർട്ട് പേഷ്യൻ്റാണേ. അതും കൂടി കേൾക്കുമ്പോൾക്ക് ഉമ്മയുടെ അവസ്ഥ എന്താവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയില്ല മക്കളെ, ഉമ്മമാരുള്ള സമയത്തെ നമുക്ക് ഈ ലോകത്ത് സ്വർഗം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുന്നു. ഹോസ്പിറ്റലിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കൊക്കെ ഒരു സൈഡാവുന്നുണ്ട്. ഞാനവിടെ നിൽക്കാറില്ല കേട്ടോ. ഒരു ദിവസം മൂത്തേട്ടെത്തി, ഒരു ദിവസം രണ്ടാമത്തെ ഏട്ടെത്തി, പിറ്റേ ദിവസം മൂത്തേട്ടെത്തി, പിറ്റേ ദിവസം രണ്ടാമത്തെ ഏട്ടെത്തി. എനിക്കവിടെ നിൽക്കേണ്ട റോളില്ല, നിൽക്കേണ്ട റോളിൽ അവർ നിർത്തിയില്ല. കാരണം ഞാൻ കുഞ്ഞു കുട്ടിയാണല്ലോ. അപ്പോൾ അവർ നിർത്തൂല. ഞാൻ രാവിലെ പോയിട്ട് ഇങ്ങ് പോരുക ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് കഴിയുക. എന്നപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതും ഉണ്ടാക്കുന്നതൊക്കെ ഒരു വീഡിയോ എടുത്താലോ എന്ന്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു മുഖം കണ്ടപ്പോൾ ഉമ്മാക്ക് പ്രാണവേദന, മോൾക്ക് വീണവായന എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അല്ലെങ്കിൽ ഉമ്മയുടെ കിടക്കുന്നതിനുള്ള ഇപ്പുറത്ത് ചിരിക്കാൻ ഒരുപാട് കഥകൾ ഞാനായിട്ട് ഉണ്ടാക്കി കൂട്ടുന്നുണ്ട്.
സിസ്റ്റർമാർക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല, അതിലെ പോകുന്നവർക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല, ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ചായ കുടിക്കാൻ പോകണം, വെള്ളം കുടിക്കാൻ പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലാണെന്ന് കരുതിയിട്ട് ആരെയും വിഷമോ സങ്കടത്തിലോ നിൽക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. വരാനുള്ളത് വന്നു, അതിന് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോവുക, അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉമ്മാനെ നമുക്ക് എത്രത്തോളം ഹാപ്പി ആക്കിയിട്ട് എത്രത്തോളം കൂളാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, അതാണ് നമ്മുടെ വിജയം. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ഓർഡർ തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താഞ്ഞു കേട്ടോ, വേറെ ഒന്നുകൊണ്ടും അല്ല. എൻ്റെ ഉമ്മാൻ്റെ ചെറിയ ഒരു ശരീരഭാഗം വെട്ടിയെടുക്കേണ്ടി വരും എന്നുള്ളത് എൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല. പിന്നെ അത് ഞാൻ വിചാരിച്ചു, ആ ഉമ്മ അറിയുമ്പോൾ ഉമ്മക്ക് വേറെ എന്തെങ്കിലും വിഷമം വന്നാലോ എന്ന് കരുതി അതങ്ങ് ഡിലീറ്റ് ചെയ്തു. ഉമ്മ അറിഞ്ഞിട്ട് എനിക്കൊരു സഹായം എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ആക്കി ചെയ്തിടും. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയ സഹായിക്കുക. ആരോടും 5 പൈസ ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫോട്ടോ വാങ്ങി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി വെക്കുക. അതിലൂടെ എനിക്കൊരു വരുമാനം കിട്ടും. അതെൻ്റെ ഉമ്മാൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനമായി മാറും. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവിടെ മതം പറഞ്ഞിട്ടില്ല, വർഗീയത പറഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പം എന്താ പറയുക, ഒന്നും പറയാവുന്നില്ലടോ, കൊയങ്ങിക്ക് ഞാൻ. രാവിലെ കുളിച്ച് മുടി കെട്ടിയിട്ട് അപ്പാടെ പോയതാ, ഉണങ്ങിയത് കൂടിയില്ല. ബസ്സിൽ പോയിട്ട് ബാക്ക് പെയിൻ അതിനേക്കാട്ടിലും അപ്പുറം. കാറെടുത്ത് പോയാൽ പോരെ, ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഇടുങ്ങിപ്പിടിച്ച് പോകുന്ന ഒരു കാര്യം വിചാരിച്ചിട്ട് പൊന്നാര മക്കളെ ആവും നടക്കുന്നില്ല. ഏതായാലും കുട്ടിമാമ പെട്ടുമാമ ഉമ്മാക്ക് എങ്ങനെയെങ്കിലും അതൊന്നും മാറിയിട്ട് കൊണ്ടുപോയ എല്ലാ പാർട്സുകളും തിരിച്ചെൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് വെറുപ്പൊന്നും തോന്നാതെ, എന്നോടല്ലേ നിങ്ങൾക്ക് വെറുപ്പുള്ളൂ, എൻ്റെ ഉമ്മാനോടോ വാപ്പാനോടോ അല്ലല്ലോ. എൻ്റെ ഉമ്മയ്ക്ക് ഏത് നേരം എന്നെ ഉപദേശിക്കുന്ന ആളാണ്. ഒരു റക്കായത്ത് നിസ്കാരം പോലും ഒഴിവാക്കാത്ത ആളാണ്. ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത ആൾക്കാരാണ് എൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുആരിക്കുക. വേറെ ഒരു വഴി എനിക്കില്ലാഞ്ഞിട്ടാടോ. പ്ലീസ്, ശത്രുതയൊക്കെ മാറ്റി നിർത്തി ഇത്തിരിയെങ്കിലും മനുഷ്യസാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ആരുടെ പ്രാർത്ഥനയില്ല ദൈവം കേൾക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് എൻ്റെ സാഹചര്യം, ഞാനതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാത്തത്. ഒക്കെ ശരിയാവുമായിരിക്കും അല്ലേ. ഏതായാലും നാളെ ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എടുക്കണം, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എടുക്കണം, അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നു, ഒക്കെ ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നിനും മനസ്സില്ലടോ, ഒന്നിനും മനസ്സില്ല. നമുക്കെന്തെങ്കിലും പറ്റുന്നതിനെക്കാട്ടും വലുതല്ലേ നമ്മുടെ അമ്മമാർക്ക് പറ്റുക എന്ന് പറയുന്നത്. ഒന്നിനും മനസ്സില്ല. പിന്നെ ഇതിൽ വീഡിയോയും കൂടി ഇട്ടിട്ടില്ല വെച്ചാൽ മാസം ലാസ്റ്റ് റേഷൻ വാങ്ങാൻ അതും ഇട്ട് കയ്യിലില്ലാണ്ടായിപ്പോവും. അതുകൊണ്ടാട്ടോ എൻ്റെ അവസ്ഥ. ഇങ്ങനത്തെ എന്നെപ്പോലെയൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ കേസ് ആർക്കും വരാതിരിക്കട്ടെ. എൻ്റെ ശത്രുക്കളാണെങ്കിലും എൻ്റെ മിത്രങ്ങളാണെങ്കിലും വരാതിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഉമ്മപ്പം ഏകദേശം റെഡിയായി വരുന്നുണ്ട് എന്ന് പറയുന്നു. ഷുഗർ ഉണ്ട്, അപ്പോൾ അത് ഇൻസുലിൻ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താവോ എങ്ങനെയാവോ എന്ന് എനിക്കറിയില്ല. നാളെ ഏതായാലും ഞാൻ ചെറുതായിട്ടൊരു വ്ളോഗ് പോലെ ഞാൻ ചെയ്ത്, ഉമ്മ ഹോസ്പിറ്റലിലാണെന്നുള്ളത് പറയുക എന്നല്ലാണ്ട് കണ്ടിട്ടില്ലല്ലോ, അങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാം. കണ്ടാൽ നന്നായിക്കെന്ന് ആരും പറയാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. വയ്യ,
രാവിലെ കുളിച്ച മുടിയായി ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അപ്പം അറിയാം നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ എന്താണെന്ന്. മുടി കുളിച്ച പാടക്ക് മുടിയൊരു കെട്ടിയിട്ട് പോയതാ. ഓക്കെ, അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ഇത്രേ ആക്കുള്ളൂ പറയാൻ. ടാറ്റാ.